ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ ഈ സ്വന്തം മിഥുൽ അംസാണ്. അപ്പം എൻ്റെ കുട്ടികൾ നമ്മുടെ ക്ലാസ് 9 CBSE കെമിസ്ട്രിയിൽ എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദെയർ സെപ്പറേഷൻ എന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഏത് ടോപ്പിക് പഠിച്ചാലും നമ്മൾ കോണ്ടന്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് പരമാവധി പ്രാക്ടീസ് ചെയ്താൽ, അല്ലെങ്കിൽ ഇതേപോലെ എക്സാംസ് എഴുതിയാൽ മാത്രമേ ടൈം മാനേജ് ചെയ്യാനും ഏതൊക്കെ ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പം ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് സെപ്പറേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു 1 അവറിന് 30 മാർക്കിന് അറ്റൻഡ് ചെയ്യേണ്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എൻ്റെ ഒപ്പം ഇരുന്ന് എൻ്റെ കുട്ടികളെല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ CBSE ബോർഡ് എക്സാമിന് അടുത്ത വർഷം നിങ്ങൾ ബോർഡ് എക്സാം എഴുതും. ബോർഡ് എക്സാമിന് ഒരു എക്സാം പാറ്റേൺ ഉണ്ട്. ആ എക്സാം പാറ്റേൺ എന്താണോ അതേ ഓർഡറിലായിരിക്കും, അല്ലെങ്കിൽ അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഇവിടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾ അടുത്ത വർഷം എത്തുമ്പോഴേക്കും ടൈം മാനേജ് ചെയ്യാനും ക്വസ്റ്റ്യൻ പേപ്പർ ഫെമിലിയർ ആകാനും ഒക്കെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ടാവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. അരുൺ ഹാസ് പ്രിപ്പയർഡ് 0.01 മാസ് ബൈ മാസ് പെർസെൻറ്റേജ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി റെപ്രസെന്റ്സ് ദ കോമ്പോസിഷൻ ഓഫ് ദ സൊല്യൂഷൻ? ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ പറഞ്ഞിട്ടുള്ളത് മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്ര സൊല്യൂട്ടും എത്ര വാട്ടറും ഉണ്ടെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഇവിടെ എത്ര സൊല്യൂട്ട് ഉണ്ട് എന്ന് കണ്ടെത്താം. 0.01% ആണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. മാസ് പെർസെൻറ്റേജ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? സൊല്യൂട്ടിന്റെ മാസ് ഡിവൈഡഡ് ബൈ സൊല്യൂഷന്റെ മാസ് ഇൻറ്റു 100. ഈ ഇക്വേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് കിട്ടുന്നത്. അപ്പോൾ 0.01 ഇസ് ഈക്വൽ ടു സൊല്യൂട്ടിന്റെ മാസ് അറിയില്ല, എക്സ് എന്ന് എടുക്കാം. ഇനി സൊല്യൂഷന്റെ മാസ് നമ്മൾ എപ്പോഴും പറയുന്നത് 100 ഗ്രാം സൊല്യൂഷനിൽ ഉണ്ടെന്നല്ലേ. സോ സൊല്യൂഷന്റെ മാസ് ഞാൻ ഇവിടെ 100 ആയിട്ട് എടുക്കുന്നു, ഇൻറ്റു 100. 100ഉം 100ഉം ക്യാൻസൽ ആകും. എക്സ് അഥവാ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് 0.01 ഗ്രാം എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ സൊല്യൂട്ടിന്റെ മാസ് 0.01 ഗ്രാം ആണ്. ഇനി ഇവിടെ എത്ര സോൾവെന്റ് ഉണ്ടാകും എന്നാണ് നോക്കേണ്ടത്. വാട്ടർ എന്ന് പറയുന്നത് എന്തായാലും ഇവിടെ സോൾവെന്റ് ആയിരിക്കും. സോ ഒരു സൊല്യൂഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുക? ഒരു സൊല്യൂഷൻ എപ്പോഴും ഫോം ചെയ്യുന്നത് സോൾവെന്റും സൊല്യൂട്ടും കൂടി ചേരുമ്പോഴാണ് അല്ലെ. സോൾവെന്റും സൊല്യൂട്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടും. അപ്പോ സൊല്യൂഷന്റെ മാസ് അറിയാം, സൊല്യൂട്ടിന്റെ മാസ് അറിയാം. ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സോൾവെന്റിന്റെ മാസ് കണ്ടെത്തിക്കൂടെ? അപ്പോൾ സോൾവെന്റിന്റെ മാസ് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സൊല്യൂഷന്റെ മാസിൽ നിന്നും സൊല്യൂട്ടിന്റെ മാസിനെ മൈനസ് ചെയ്താൽ മതി, നമുക്ക് സോൾവെന്റിന്റെ മാസ് കണ്ടെത്താം. സൊല്യൂഷന്റെ മാസ് 100 ആണ്, സോൾവെന്റിന്റെ മാസ് 0.01 ആണ്. മൈനസ് ചെയ്താൽ എത്ര വരും? 99.99 ഗ്രാം എന്ന് വരും. അപ്പൊ മക്കളെ, ഇവിടുത്തെ സൊല്യൂട്ടിന്റെ അളവ് 0.01 ഗ്രാമും സോൾവെന്റ് ആയിട്ടുള്ള വാട്ടറിന്റെ അളവ് എന്ന് പറയുന്നത് 99.99 ഗ്രാം ആണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സൊല്യൂഷൻ കണ്ടെയ്ൻ 50 ml of alcohol mixed in 60 ml of water. What will be the volume by volume percentage? അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആ. വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 അല്ലെ. സൊല്യൂട്ടിന്റെ വോളിയം ഡിവൈഡഡ് ബൈ സൊല്യൂഷന്റെ വോളിയം ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ആൽക്കഹോളും ഉണ്ട് വാട്ടറും ഉണ്ട്. അപ്പൊ ആൽക്കഹോൾ ആണ് നമ്മുടെ സൊല്യൂട്ട്. അപ്പൊ സൊല്യൂട്ടിന്റെ മാസ് എന്ന് പറയുന്നത് എത്രയാ? 15 ml ആണ്. വോളിയം 15 ml ആണ്. വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ സോൾവെന്റ് ആണ്. അപ്പൊ സോൾവെന്റിന്റെ വോളിയം എന്ന് പറയുന്നത് 60 ml ആണ്. അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ സൊല്യൂഷന്റെ വോളിയം ഈസി ആയിട്ട് കണ്ടെത്താം. സൊല്യൂഷന്റെ വോളിയം എത്രയാ വരിക? സൊല്യൂട്ടും സോൾവെന്റും തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സൊല്യൂഷന്റെ വോളിയം കിട്ടുന്നത് അല്ലെ. അതെപ്പോഴും ഓർമ്മയുണ്ടാവണം. ഇവിടെ സൊല്യൂട്ട് 15 ml ആണ്, സോൾവെന്റ് 60 ml ആണ്. സോ 75 ml എന്ന് വരും. അപ്പൊ സൊല്യൂട്ടിന്റെ മാസ് അറിയാം, സൊല്യൂഷന്റെ മാസ് അറിയാം. ഇനി ഈസി ആയിട്ട് കണ്ടെത്താം. സൊല്യൂട്ടിന്റെ മാസ് എന്ന് പറയുന്നത് 15 ആണ്, സൊല്യൂഷന്റെ മാസ് എന്ന് പറയുന്നത് 75 ആണ്. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 75
ഇൻറ്റു 100 ചെയ്യുക. എത്രയാ മക്കളെ വരിക? 15 ഡിവൈഡഡ് ബൈ 75 ചെയ്താൽ 1/5 എന്ന് വരും അല്ലേ? 75നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 5 എന്നാ കിട്ടുക. 1/5. അപ്പൊ 100 ഡിവൈഡഡ് ബൈ 5 അതായത് 20%. ഇവിടുത്തെ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20% ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റായ ഉത്തരം. അടുത്തത്, 2 miscible liquids with a large difference in boiling point can be separated. അപ്പോൾ രണ്ട് പരസ്പരം മിക്സ് ആവുന്ന ലിക്വിഡ്സിനെയാണ് നമ്മൾ മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറയുക. ഈ രണ്ട് മിസിബിൾ ലിക്വിഡ്സിനെ അതും അവർക്ക് ലാർജ് ഡിഫറൻസ് ആണ്, അവരുടെ ബോയിലിംഗ് പോയിന്റിലുള്ളത് ലാർജ് ഡിഫറൻസ് ആണ്. അങ്ങനത്തെ രണ്ട് ലിക്വിഡ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഏത് മെത്തേഡാണ് മക്കളെ യൂസ് ചെയ്യുക? അങ്ങനത്തെ ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യാം. ഇഫ് അവരുടെ ഇടയിലുള്ള ബോയിലിംഗ് പോയിന്റിലെ ഡിഫറൻസ് വളരെ ലാർജ് ആണെങ്കിൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യും. ബോയിലിംഗ് പോയിന്റിലെ ഡിഫറൻസ് വളരെ ചെറുതാണെങ്കിൽ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യും. സോ ഓപ്ഷൻ എ ഡിസ്റ്റിലേഷൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് അസേർഷൻ റീസൺ ടൈപ്പ് ആണ്. ക്രിസ്റ്റലൈസേഷൻ ഈസ് യൂസ്ഡ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. കറക്റ്റ് ആണ്. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു സോളിഡ് സൊല്യൂഷനിൽ നിന്നും സോളിഡിനെ സെപ്പറേറ്റ് ചെയ്യാൻ, പ്യുവർ സോളിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ സോളിഡ്സിനെ പ്യൂരിഫൈ ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റിയ മെത്തേഡാണ് ക്രിസ്റ്റലൈസേഷൻ. റീസൺ എന്താ? ദ പ്രിൻസിപ്പിൾ ഓഫ് പ്യൂരിഫിക്കേഷൻ ബൈ ക്രിസ്റ്റലൈസേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസസ് ഇൻ ദ സോലിബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ്. അത് കറക്റ്റ് ആണ് അല്ലേ? അതായത് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിൽ ഒരു സോളിഡിൻ്റെ സോലിബിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ വഴി സോളിഡ്സിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുക. സോ അസേർഷനും റീസണും കറക്റ്റ് ആണ്. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അടുത്തത്, എ മിക്സ്ചർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ ഷോസ് ടിൻഡാൽ എഫക്റ്റ്. അപ്പോൾ നമ്മൾ ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, പാർട്ടിക്കിൾസ് ലൈറ്റ് തട്ടി ലൈറ്റിന് സ്കാറ്ററിങ് സംഭവിച്ച് ലൈറ്റിൻ്റെ പാത്ത് വിസിബിൾ ആവുന്നതിനെ നമുക്ക് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയാൻ പറ്റും. സോ ടിൻഡൽ എഫക്റ്റ് കാണിക്കുന്നത് ആരൊക്കെയാ? നമുക്ക് ട്രൂ സൊല്യൂഷൻസ് ഒരിക്കലും ടിൻഡൽ എഫക്റ്റ് കാണിക്കില്ല അല്ലെ? കൊളോയിഡ്സും സസ്പെൻഷൻസും ആണ് ടിൻഡൽ എഫക്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ചോക്ക് പൗഡർ ഇൻ വാട്ടർ എന്ന് പറയുന്നത് ഇതൊരു സസ്പെൻഷൻ ആണ് അല്ലെ? ചോക്ക് പൗഡർ ഇൻ വാട്ടർ ഒരു സസ്പെൻഷൻ ആണ്, അതുകൊണ്ട് ഇവര് ടിൻഡൽ എഫക്റ്റ് കാണിക്കും. അടുത്ത റീസൺ എന്താ? ചോക്ക് പൗഡർ ഇൻ വാട്ടർ ഈസ് എ കൊളോയിഡ്. അത് കറക്റ്റ് ആണോ? ചോക്ക് പൗഡർ ഇൻ വാട്ടർ എന്ന് പറയുന്നത് ഒരു സസ്പെൻഷൻ ആണ്, കൊളോയിഡ് അല്ല. സോ ഇവിടെ അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ ഫോൾസ് ആണ്. ഏതാ മക്കളെ ഓപ്ഷൻ? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. എ ഈസ് ട്രൂ ബട്ട് ആർ ഇസ് ഫോൾസ്. അടുത്ത ചോദ്യം, ഹൗ മച്ച് സൊല്യൂട്ട് ഇൻ പ്രസന്റ് ഇൻ 20 gram of a 5% mass by mass percentage solution. M/M എന്ന് പറഞ്ഞാൽ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് സൊല്യൂഷൻ ആണ്. സോ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ സൊല്യൂഷൻ്റെ മാസ് ഇൻറ്റു 100 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസ് ബൈ മാസ് പെർസെൻറ്റേജ് 5 ആണ്. സൊല്യൂട്ടിൻ്റെ മാസ് അറിയില്ല, നമുക്ക് എക്സ് എന്ന് എടുക്കാം. സൊല്യൂഷൻ്റെ മാസ് തന്നിട്ടുണ്ട് 200 gram ആണ്. ഇൻറ്റു 100 ചെയ്യാം. 0 0 0 0 ക്യാൻസലായി. ഇതിന് എക്സിൻ്റെ വാല്യൂ അല്ലേ നമുക്ക് കണ്ടെത്തേണ്ടത്? സോ 2വിനെ 5ൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 5 × 2 10 gram എന്ന് കിട്ടും. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് സൊല്യൂട്ട് അല്ലേ? സോ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് ഇവിടെ 10 gram ആയിരിക്കും. യൂണിറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ. യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു റൈറ്റ് ദെയർ യൂണിറ്റ്. ഓക്കെ, അപ്പം ഇനി ഇതുപോലെ മക്കളെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കണ്ടോ? ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട സോളിബിലിറ്റി കർവ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഈ ചോദ്യങ്ങളും ഇതിൻ്റെ ഉത്തരവും ഇനി നിങ്ങൾക്ക് കിട്ടുന്നത് എവിടെയായിരിക്കും? നമ്മുടെ യോധ ബാച്ചിലായിരിക്കും കേട്ടോ. അപ്പോൾ യോധ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഓരോ ചാപ്റ്ററിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, അതിൻ്റെ സൊല്യൂഷൻസും കിട്ടും. ഇത് ഒരു സബ്ജക്റ്റിന് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിലേക്കും എൻ്റെ കുട്ടികൾക്ക് കിട്ടും. സോ ഇപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മൺസൂൺ ഓഫർ ഉണ്ട്, ഓഫർ ഒന്നും മിസ് ചെയ്യണ്ട. അപ്പോൾ വേഗം തന്നെ നമ്മുടെ നിഞ്ച ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ. നിങ്ങളെപ്പോലെ ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. സോ നമ്മൾ അടിപൊളിയായിട്ട് നിഞ്ച ബാച്ചിൽ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. സോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കിടലൻ വീഡിയോ ആയിട്ട് മിസ് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.